അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധനിതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകളാണ് തന്റെ ജീവിതാനുഭവം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ലോകൈക രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏറെ ബഹുമാനരായ എല്ലാ പ്രേക്ഷകർക്കും, വിശേഷിച്ച് ദൈവം നൽകിയ വിശേഷ ദർശനത്തോടെ വ്യത്യസ്തരായ ആളുകളെ കോർത്തിണക്കി അവരുടെ അനുഭവങ്ങൾ കൃത്യമായി ഷെയർ ചെയ്ത് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിലേറെ ബഹുമാനിനും ആദരണീയനുമായ കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾ, തൻ്റെ കുടുംബം വിശേഷം ഞാൻ വന്ദനം പറയുന്നു. നിശ്ചയമായിട്ടും എനിക്ക് ഇങ്ങനെ ലഭിച്ച അവസരം ദൈവനിയോഗമായി തന്നെ കാണുന്നു. ഇതിനോടകം ഈ മിനിസ്ട്രിയിലൂടെ അരോമ ടി വിയിലൂടെ ഒട്ടനവധി ആളുകളുടെ, വ്യത്യസ്തരായ ആളുകളുടെ വ്യത്യസ്ത അനുഭവങ്ങൾ കേൾക്കാനും അത് എൻ്റെ ജീവിതത്തിലും പ്രചോദനത്തിന് കാരണമായി തീരാനും അവസരമുണ്ടായി. അതേപോലെ തന്നെ എൻ്റെ ജീവിത അനുഭവങ്ങളും ശുശ്രൂഷ അനുഭവങ്ങളും അനേകർക്കൊരു ആശ്വാസവും കരുത്തുമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. എനിക്ക് ലഭ്യമായ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ദൈവം നൽകിയ ഈ വിശേഷ ദർശനം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററോട് വിശേഷം ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അനേകർക്ക് താങ്കളുടെ മിനിസ്ട്രി ഇനിയും ആശ്വാസമായി, ബലമായി, കരുത്തായി പരിണമിക്കട്ടെ എന്ന് ഹൃദയഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ ജേക്കബ് ജോൺ എന്നാണ്. കോട്ടയം മണർകാട് ഒറവയ്ക്കൽ, അതിൻ്റെ സമീപമായി പൂതിരിക്കൽ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ താമസിച്ചു വരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, മമ്മി, പിതാവും മാതാവും, എൻ്റെ സഹധർമ്മിണി, 2 ആൺകുട്ടികൾ, ഇത് അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ വൈഫിന്റെ പേര് സൂസൻ ജേക്കബ് എന്നാണ്. മൂത്ത മോന്റെ പേര് റൂഫസ് ജേക്കബ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ മോന്റെ പേര്, കുഞ്ഞു പൈതന്റെ പേര് ഗായോസ് ജേക്കബ് എന്നാണ്. LKG കഴിഞ്ഞു, UKG പ്രവേശിക്കാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നു. അതേപോലെ തന്നെ മൂത്ത മോൻ റൂഫസ് 9ാം ക്ലാസ് കഴിഞ്ഞു, 10ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം നടക്കാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. 1999 കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് വേറിട്ട അനുഭവത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാനുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിക്താനുഭവത്തിലൂടെ, കലുഷിതമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം. എനിക്ക് മൂത്തൊരു സഹോദരി ഉണ്ടായിരുന്നു. പ്രിയ എന്നാണ് വീട്ടിൽ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. നഴ്സിംഗ് പഠിച്ച് ജോലിയോട് ബന്ധപ്പെട്ട് വടക്കേന്ത്യൻ മണ്ണിലേക്ക് പോകുന്നു. കുറേ നാൾ അവിടെ ജോലി ചെയ്യുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നീട് മാനസികമായി സമനില തെറ്റിയാണ് വീട്ടിലേക്ക് വരുന്നത്. പല ട്രീറ്റ്മെന്റുകളും ചെയ്തു, അതിന് വ്യക്തമായൊരു പരിഹാരം ലഭ്യമായി തീർന്നില്ല. വീട്ടിൽ ഇങ്ങനെ മറ്റെങ്ങും പോകാതെ വീട് കൊണ്ട് തന്നെ ചിലവഴിക്കുന്നൊരു സാഹചര്യം ഞങ്ങളെയൊക്കെ മാനസികമായി തളർത്തി. അന്ന് ഞങ്ങൾ കുടുംബമായി നാമധേയ ക്രൈസ്തവ സഭയിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. തൊട്ടടുത്ത് തന്നെ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ പെന്തക്കോസുകാരുടെ ഒരു ആരാധനാലയമുണ്ട്. വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ് പെന്തക്കോസ് സഭയുടെ പേര്. ജീവിതത്തിൽ പെട്ടെന്ന് വന്ന ഈ കഠിന പ്രതിസന്ധി നിമിത്തം മാതാവ് പ്രാർത്ഥനയ്ക്കും മറ്റുമായി ആദ്യമായിട്ട് അവിടെ പോകാൻ തുടങ്ങി. തികഞ്ഞ ഒരു പള്ളി ഭക്തനായി ഞാൻ അന്ന് പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഇൻവോൾവഡ് ആയിരുന്ന, കൊയർ, മറ്റ് ആത്മീയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവഡ് ആയിരുന്ന ഞാൻ അതിന് ഭയങ്കരമായി വിലക്ക് കൽപ്പിച്ചു. പക്ഷേ
വീട്ടിലെ ഈ അനുഭവങ്ങൾ നിമിത്തം മാതാവ് തുടർമാനമായി പ്രാർത്ഥനയ്ക്ക് പോകുന്നു. സാഹചര്യങ്ങൾ കൊണ്ട് ചെറിയ ആശ്വാസം വീട്ടിൽ വരുന്നു. ഞാനും മാതാവ് പോയ പാതയിലേക്ക് പതുക്കെ പ്രാർത്ഥനയ്ക്കും മറ്റുമായി പോകുന്നു. എങ്കിലും വ്യക്തമായ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നില്ല. 1999 2000 കാലഘട്ടങ്ങളിൽ കുറെ കൂടെ വിശ്വാസത്തിന്റെ നല്ലൊരു ചുവടുവെപ്പിലേക്ക് ഞാൻ വരുന്നു. അന്ന് കോട്ടയത്തടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഞാൻ +2 കഴിഞ്ഞ അനന്തരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടുവെങ്കിലും വ്യക്തമായ കാഴ്ചപ്പാടോടെ ജീവിതം നയിക്കാത്ത ഒരു സമയം. ഞാൻ വൈകാറായ സമയത്ത് തിരുനക്കര സമീപമാണ് ഞാൻ പറഞ്ഞ ഈ സ്ഥാപനം. അങ്ങോട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയം എൻ്റെ ഹൃദയത്തിൽ പഴയൊരു പാട്ടിന്റെ ഒരു വരി മാത്രം ഉടക്കി. എനിക്ക് ആ പാട്ട് മുഴുവനും അറിയില്ല, പക്ഷെ ഇപ്പോഴും ഇന്നെന്ന പോലെ ആ വരി എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ വരിയുടെ ആശയം ഇങ്ങനെയാണ്: ജീവപുസ്തകത്തിൻ പദം പരം തുറന്നു നോക്കുമ്പോൾ നിന്റെ പേര് അതിലുണ്ടോ? ജീവപുസ്തകത്തിന്റെ താള് സ്വർഗം അല്ലെങ്കിൽ ഉടയവൻ തുറന്നു നോക്കുമ്പോൾ നിന്റെ പേര് അതിലുണ്ടോ? അതെന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചു. ജീവിതത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. ഇതിനോടകം തന്നെ ജീവിതത്തിൽ ആ വ്യത്യസ്തതയൊക്കെ വന്നു എങ്കിൽ തന്നെയും കുറെ കൂടെ സമർപ്പണ ബോധത്തിലേക്ക് വരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത, താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ഭാരം വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും പോകാതെ വീട് കൊണ്ട് ചിലവഴിച്ച മൂത്ത സഹോദരി പെട്ടെന്നൊരു രാത്രിയിൽ അസ്വസ്ഥത വരുന്നു. ഞങ്ങൾ കോട്ടയത്തുള്ള ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അധികം താമസിക്കാതെ തന്നെ സഹോദരി ഈ ലോകത്തോട് വിട പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. എനിക്ക് അധികം പ്രായം ആ ടൈമിൽ ആയിട്ടില്ല, 20-21 വയസ്സ് ഏകദേശം. അങ്ങനെ ഞങ്ങളും താങ്ങാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. ഡോക്ടർമാരോട് കാര്യം അന്വേഷിച്ചപ്പോൾ സൈലന്റ് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. നാമധേയ ക്രൈസ്തവ സഭ പള്ളി വിട്ടുപോകുന്ന ഞങ്ങൾക്ക് ഒരു ചോദ്യമായി. പള്ളി വിട്ടു പോന്നിട്ട് എന്തായി? ആരെയും ഞങ്ങൾ വിമർശിക്കുന്നില്ല, ഒരാരാധന ക്രമങ്ങളെയല്ല ഞങ്ങൾ വിമർശിക്കുന്നത്. പക്ഷേ വേറിട്ട് ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയിട്ട് എന്ത് കിട്ടി എന്ന ചോദ്യം മനസ്സിനെ വല്ലാതെ തളർത്തി. ദൈവവേലയ്ക്ക് പോകണം, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം, അവിടെയിടങ്ങളിലായി കർത്താവിന്റെ വേലയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം അതിനോടകം തന്നെ ഞാൻ ദൈവവചനം പഠിക്കാൻ തീരുമാനിച്ചു. പഠിക്കാൻ വേണ്ടി പോകാനുള്ള അവസരങ്ങളും ലഭ്യമായി. ആ പഠന കാലയളവിനോടൊക്കെ ബന്ധപ്പെട്ട് ആദ്യത്തെ എൻ്റെ ബാച്ചിലർ ഓഫ് തിയോളജി കോഴ്സ് കഴിഞ്ഞ ആ സമയത്താണ് എൻ്റെ സഹോദരിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, ഈ ഒരു ഭാരപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവജനം പഠിച്ച് കൃത്യമായി ദൈവവേല ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെ ആയിരിക്കുമ്പോൾ ഈ ഒരു ദുഃഖം വല്ലാതെ ഭരിച്ചു. ആളുകളുടെ ചോദ്യവും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഈ സങ്കടകരമായ അവസ്ഥയും ഞങ്ങളെ എല്ലാവരെയും തന്നെ തളർത്തി എന്ന് വേണം പറയാൻ. പക്ഷേ ആ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവം താൻ തൻ്റെ സ്വന്തം കരങ്ങൾ തൻ്റെ ജനത്തിന്റെ കണ്ണുനീർ തുടയ്ക്കും. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട നിമിഷം ആ വചനം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ചു. ഹൃദയത്തിന് കരുത്തും ആശ്വാസവും പകർന്നു. വീണ്ടും സമർപ്പണത്തോടെ ആരാധനകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. സുവിശേഷ വേലകളിൽ മറ്റഭിഷക്തന്മാരുടെ കൂടെ നിന്ന് ദൈവവേലയിൽ സഹായകനായി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ തരക്കേടില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു. അല്പം ഈ ദുഃഖമൊക്കെ മറന്ന് എന്തും സഹിക്കാനുള്ളൊരു കരുത്തൊക്കെ പ്രാപിച്ച് മുന്നോട്ട് ശുശ്രൂഷയിൽ പോകുന്ന സമയം ഏകദേശം 2009-2010 കാലഘട്ടം. കുറെ പ്രാർത്ഥനകൾക്കും അന്വേഷണത്തിനും ഒക്കെ ശേഷം എനിക്ക് ഒരു കൂട്ടാളിയെ ആവശ്യമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷക്ത വൃന്ദങ്ങളുടെയും പ്രാർത്ഥനയും അവരുടെ സഹകരണവും ഒക്കെ നിമിത്തമായി ഒരു കൂട്ടാളിയെ ദൈവം എനിക്ക് കൂട്ടിച്ചേർത്തു. അവരുടെ പേര് സൂസൻ എന്നാണ്. ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് തന്നെ കറുകച്ചാല് പത്തനാട് എന്ന് പറയുന്ന സ്ഥലം, മുണ്ടത്താനം എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അവരുടെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. മൂത്തയാളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പണമുള്ള ഒരു കൂട്ടുദാസിയെ ദൈവം എനിക്ക് ദാനമായി നൽകി. അങ്ങനെ ഈ ദുഃഖങ്ങളൊക്കെ മറന്ന് ഞങ്ങളുടെ ജീവിതവും അങ്ങനെ ആരംഭിക്കുന്നു.
സന്തോഷത്തോടെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് തിരുവല്ലയ്ക്കടുത്ത് ഓധറ എന്ന സ്ഥലത്ത് അന്ന് ബദേൽ ഗോസ്ബൽ അസംബ്ലി എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് ശുശ്രൂഷയിലായിരുന്നു. അവിടെ ഒരു ചെറിയ സഭ, ഒരു വീട്ടിലെ സഭ, അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോക്കാൻ അവസരം ദൈവം തരുന്നു. ഏകദേശം 1 വർഷം പൂർത്തിയായപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ മോനെ ദൈവം ദാനമായി നൽകുന്നു. അവനുമായിട്ടായിരുന്നു തുടർന്നുള്ള ഞങ്ങളുടെ സുവിശേഷ വേലയുടെ യാത്ര എന്ന് പറയുന്നു. അങ്ങനെ ദൈവവേലയിൽ വ്യത്യസ്തമായ നിലകളിൽ ഞങ്ങൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂട്ടുദാസി അത്യാവശ്യം നന്നായി പാട്ടുപാടാൻ ഒരു താലന്ത് ദൈവം നൽകിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വീഥിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ പരസ്യ പ്രഭാഷണങ്ങളിൽ കർത്താവിനെ ഉയർത്തുക എന്ന ഹൃദയത്തിലെ ആഗ്രഹമായതുകൊണ്ട് ദൈവം അങ്ങനെയുള്ള അവസരങ്ങൾ നൽകി ഞങ്ങൾ ഒരുമിച്ച് വീഥിയോരങ്ങളിലൊക്കെ ചെറിയ മൈക്രോഫോണൊക്കെ വെച്ച് യേശു കർത്താവിനെ കുറിച്ച് ശക്തമായി വിളിച്ചു പറയുന്നു, പാട്ടിലൂടെയും സന്ദേശത്തിലൂടെയും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ 2015 സെപ്റ്റംബർ മാസം 1-ാം തീയതി ജോഷുവ എന്ന ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ സ്വർഗം പ്രദാനം ചെയ്യുന്നു. കുഞ്ഞും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം കുറെ കൂടെ സന്തോഷത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടം. ഞാൻ ഈ ഓർപ്പിച്ചതുപോലെ കിട്ടുന്ന സമയങ്ങൾ എപ്പോഴുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയുമായിട്ടും മറ്റ് യോഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾക്ക് കുടുംബമായും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പരസ്യങ്ങൾ കർത്താവിനെ ഉയർത്തുന്നു. ആ സമയത്ത് നിശ്ചയമായിട്ടും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും അവർക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. കുഞ്ഞുങ്ങൾ ചെറിയ കൈത്താളം അടിക്കും. അവരുടെ അമ്മ പാട്ട് പാടുമ്പോൾ ആ കൈത്താളം അടിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കും. ഞാൻ അതിനുശേഷം പ്രസംഗിക്കുമ്പോൾ അവരും സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. ജോഷുവ എന്ന ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന് ഏകദേശം 3.5 വയസ്സാകുന്നു. അതായത് 2018 ഏപ്രിൽ മാസം 3.5 വയസ്സൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ മാസം ഏകദേശം 2018 ജൂലൈ മാസം 10-ാം തീയതിയോടെ ഞങ്ങൾ എവിടെയോ ഒരു യോഗം കഴിഞ്ഞിട്ട് വരുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ താങ്ങാൻ പറ്റാത്ത ചൂട്. തൊട്ടടുത്തുള്ള ഞങ്ങളുടെ കോട്ടയത്തുള്ള ജില്ലാ ഹോസ്പിറ്റലിൽ അന്ന് രാത്രി പോകുന്നു. 101-102 ഡിഗ്രി പനി അവന്റെ ശരീരത്തിലുണ്ട്. പക്ഷെ അവിടുന്ന് ചെറിയ മരുന്നൊക്കെ കൊടുത്ത് കുഞ്ഞിനെ പറഞ്ഞു വിടുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു വരുന്നു. പിന്നെ അധികം താമസിക്കാതെ തുടർമാനം ഈ അസ്വസ്ഥത വന്നു. കോട്ടയത്തുള്ള കുട്ടികളുടെ ആശുപത്രിയിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു. ഈ മെഡിസിൻ കുറച്ച് കൊടുത്തിട്ടും കുഞ്ഞിന്റെ ചൂട് കുറയുന്നില്ല, ടെമ്പറേച്ചർ കുറയാതെ വന്നപ്പോൾ അന്ന് രാത്രി തന്നെ ഒത്തിരി ചെക്കപ്പിന് വിധേയപ്പെടുത്തുന്നു. ആ ചെക്കപ്പിന് വിധേയപ്പെടുത്തി പിറ്റേ ദിവസം ഞാൻ ഹൃദയംഗമായി കാര്യങ്ങൾ പറയുന്നു. തൊട്ടടുത്ത് അവിടെ ഇപ്പോഴും ഈ കുട്ടികളുടെ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള DDRCയിൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ ബ്ലഡ് പരിശോധിക്കാൻ കൊണ്ടുപോകുമ്പോൾ വെയിൽ പോലും കിട്ടാത്തൊരു പരുവം. 1.5 വയസ്സുള്ള കുഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അലറി കരയുന്ന ഞങ്ങളുടെ ഹൃദയത്തെ തകർത്തു. അതിനുശേഷം അത് കൊടുത്തിട്ട് അന്ന് രാത്രിയിൽ കുട്ടികളുടെ ഹോസ്പിറ്റലിന്റെ ആ വരാന്തയിൽ ഞാനും എൻ്റെ കൂട്ടുദാസിയും രാത്രി ചിലവഴിക്കുന്നു. ഞരങ്ങിയും മൂളിയും ഒക്കെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ കിടക്കുന്നു. അതിന് വരാന്തയിൽ അന്ന് രാത്രി കിടന്നു. ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴും മറ്റു കുട്ടികളെയൊക്കെ അവിടെ എൻ്റെ ചർച്ചുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട മറ്റു കുട്ടികളൊക്കെ അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും ആ ഓർമ്മകൾ ഭരിക്കും. എങ്കിലും അതിനെ പ്രത്യാശയോടെ നേരിടാൻ ഒരു കരുത്ത് സ്വർഗം നൽകുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, DDRC അവിടുത്തെ നമ്മുടെ പരിശോധന നടത്തുന്ന ലാബില് ടെസ്റ്റ് ചെയ്യാൻ കുട്ടിയുടെ രക്തം കൊടുത്തിട്ട് പിറ്റേ ദിവസം അത് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത, റിസൾട്ട് പോയി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത. പക്ഷെ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ ചർച്ചിലെ ഒരു അച്ചായൻ, ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം വിളിച്ച് രാവിലെ തന്നെ അതിന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. പിറ്റേ ദിവസമാണ് ഞങ്ങളോട് കുട്ടികളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവിടെ കൗൺസിൽ റൂമിൽ വിളിച്ച് എന്നോട് ആയിട്ട് പറയുന്നത്, കുഞ്ഞിന്റെ ശരീരത്തിൽ ക്യാൻസർ രോഗത്തിന്റെ ആരംഭമാണ്. ക്യാൻസർ രോഗത്തിന്റെ ആരംഭം അവനെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് RCCയിലേക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. RCC എന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അപ്പോ അന്ന് രാത്രി തന്നെ കുഞ്ഞുമായിട്ട് കുട്ടികളുടെ ഹോസ്പിറ്റൽ, അതായത് കോട്ടയത്തെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ ഞങ്ങളും എൻ്റെ കൂട്ടു സഹോദരങ്ങൾ, എൻ്റെ കുടുംബം, പ്രിയപ്പെട്ടവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കുറേ നാൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ വചനം പഠിപ്പിക്കാൻ ഒരു കഴിവും പ്രാപ്തിയും ഒരു അഭിഷേകവും, ഒരു കഴിവായിട്ടല്ല, ഒരു അഭിഷേകം ദൈവം പകർന്നുകൊണ്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സഹോദരൻ ഉൾപ്പെടെയുള്ളവർ രാത്രി
വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ, ജൂലൈ 10-നാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, 11-ാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ RCCയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുന്നു. അടുത്ത ദിവസങ്ങൾ തൊട്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു. വളരെ സ്പീഡിൽ പോകുന്നൊരു വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളായി. പിന്നീടുള്ള 6-7 മാസങ്ങൾ തിരുവനന്തപുരത്ത് RCC ഹോസ്പിറ്റലിന് അടുത്ത് ഒരു വീട് റെന്റിനെടുത്ത് ഞാനും എൻ്റെ കൂട്ടുദാസിയും വിശ്രമിക്കും. കുഞ്ഞിനെ ശരീരത്തിലേക്ക് വന്ന ക്യാൻസർ രോഗം AML M4 M5 എന്ന ടൈപ്പിൽപ്പെടുന്ന വളരെ മാരകമായ മജ്ജയിലെ ക്യാൻസർ ആയിരുന്നു. അന്നേ അവർ പറഞ്ഞു ട്രീറ്റ്മെന്റിൽ 5 കീമോയെ ഈ രോഗത്തിനുള്ളൂ, അല്ലെങ്കിൽ മജ്ജ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. അത് നമുക്ക് ട്രിവാൻഡ്രത്തില്ല, വെല്ലൂർ ഹോസ്പിറ്റലിൽ പോകണം. അതിനൊത്തിരി എക്സ്പെൻസീവ് പോട്ടെ, സാമ്പത്തികം കണ്ടെത്താം. പക്ഷേ ഇതിന് പറ്റുന്ന മജ്ജ നമുക്ക് കിട്ടണം. അത് കണ്ടെത്തിയാലേ ആ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രയോജനമുള്ളൂ. എന്നിട്ടും അവർ പറഞ്ഞു 70-75% അതിനകത്ത് പറയാൻ പറ്റുന്നു. എങ്കിലും പ്രാർത്ഥനയോടെ RCC ഹോസ്പിറ്റലിൽ തന്നെ തുടരുന്നു. വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ. പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒത്തിരി സുഹൃത്തുക്കളെ കിട്ടി. പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിഞ്ചു കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് വരുന്നു. പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നു. മാരകമായി ക്യാൻസർ രോഗത്തിന് വിധേയപ്പെട്ട സമയം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെയൊക്കെ കിടത്തിയ സ്ഥലത്ത് അവർക്ക് പെട്ടെന്ന് ഈ അസുഖം കൂടുതലായി വരും. ചില രാത്രികൾ, ചില പകലുകളൊക്കെ അതിൻ്റെ അസുഖത്തിൻ്റെ അസ്വസ്ഥത കൂടുതലായി വരുമ്പോൾ കിടക്കുന്ന വാർഡിൽ നിന്ന് കീമോയ്ക്കൊക്കെ പ്രവേശിച്ച് 24-25 ദിവസം, ഏകദേശം 1 മാസം അടുത്ത ഓടിക്കളയ്ക്കേണ്ടുന്ന പ്രായത്തിൽ ഇങ്ങനെ കെട്ടപ്പെട്ടവരായി കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അവരുടെ ആ സാഹചര്യത്തിൽ അവരങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ വെളിയിലായിരിക്കുന്നു. അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, സാധാരണ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം അസ്വസ്ഥത കൂടുമ്പോൾ 1-ാം അവസ്ഥയിലേക്ക്, അതായത് കുറച്ചുകൂടെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് ഇവരെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി എൻ്റെ മോനെയും ജോഷുവ എന്ന മോനെയും കൊണ്ടുപോയ സമയത്ത് അവിടെ കിടക്കുന്ന മറ്റ് ആളുകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്നറിയാം. അവരും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ രോഗത്തിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശു രോഗത്തെ സൗഖ്യമാക്കുന്നു, യേശു സമാധാനം പ്രദാനം ചെയ്യുന്നു എന്നൊരു ചെറിയ ട്രാക്റ്റ് ഞങ്ങൾക്ക് അവിടെ വെച്ച് ലഭിച്ചു. ഒരു ബിജു സാറ് തന്നതാ. അദ്ദേഹം തന്ന ട്രാക്റ്റ് ഞാൻ എൻ്റെ കൂട്ടുദാസിന് കൊടുത്തു. അവൾ അതുമായിട്ട് അകത്തേക്ക് പ്രവേശിച്ചത്. ഈ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് അവർ പോയപ്പോൾ അവിടെ കിടക്കുന്ന മറ്റുള്ള പക്കൽ ആ ട്രാക്റ്റ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കഴിഞ്ഞത് ചെറിയ കാര്യമായി കാണുന്നില്ല. എൻ്റെ വൈഫ് അകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ പുറത്ത് വൈകുന്നേര സമയത്ത് കിട്ടുന്ന സമയങ്ങളെല്ലാം നിരവധി ആളുകളല്ലേ അവിടെ കടന്നു പോകുന്നത്. കിട്ടുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെ നിന്ന് എനിക്കും ഈ കർത്താവിൻ്റെ സ്നേഹം സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്ന ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. കീമോ ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ സന്തോഷത്തോടെ കുഞ്ഞ് വീട്ടിൽ വരും. ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഭക്ഷണങ്ങൾക്കൊക്കെ നിബന്ധനകൾ ഉണ്ടായിരുന്നു, എങ്കിലും ആ നിബന്ധനകളൊക്കെ പാലിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവനെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോഴും ദൈവകൃപയാൽ ആ തിരുവനന്തപുരം പട്ടണത്തിൽ എനിക്ക് കുറെ ഫ്രണ്ട്സിനെ ലഭിച്ചു. മറക്കാൻ കഴിയാത്ത ഒത്തിരി ബന്ധങ്ങൾ. ഞാൻ അവിടെ ചെന്നെന്നറിഞ്ഞ് മറ്റാരോ പറഞ്ഞ് ഇന്നും മറക്കാൻ പറ്റുന്ന ഒരു സനൽ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശി, അദ്ദേഹത്തിന്റെ ബൈക്ക് എൻ്റെ കൈക്കുണ്ട്. 6-7 മാസം അത് ഞാൻ ഉപയോഗിക്കും. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് പിന്നെ അവിടെ ലഭിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന അവസരങ്ങൾ ഞങ്ങൾ പരസ്യങ്ങൾ വീണ്ടും പ്രയോജനപ്പെട്ടു. കുഞ്ഞിന് കീമയുള്ളത് കൊണ്ട് കയ്യിൽ ഒരു മരുന്ന് കുത്തുന്ന, അത് ഈ സിറിഞ്ച് കുത്തുന്ന ക്യാനിലയുണ്ട്. ഈ നെഞ്ചിലൂടെയാണ് അടുത്തൊരു മരുന്ന് അവർ പ്രവേശിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക സംവിധാനം നെഞ്ചിലും. അതൊക്കെ സൂക്ഷിച്ചാണ് പിന്നീട് 6-7 മാസം ഞങ്ങൾ ജീവിച്ചത്. അപ്പം ഈ ക്യാനില കയ്യിലുള്ള ആ കൈ കൊണ്ട്, കുഞ്ഞു കൈ കൊണ്ട് കുഞ്ഞും കാറ്റ് കൊടുക്കും. അതും സന്തോഷമായി തന്നെ ഞങ്ങൾ കാണും. അങ്ങനെ കരുത്തോടെ ഞങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി അങ്ങനെ പ്രയോജനപ്പെട്ടുകൊണ്ട് അവിടെ ആയിരുന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ എൻ്റെ കൂട്ടുദാസിയെ കീമോയ്ക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ഫ്രീ ആകുമ്പോൾ അവിടെ എനിക്ക് യോഗങ്ങൾ കിട്ടിയിരുന്നു. യോഗങ്ങൾക്ക് വേണ്ടി നിരന്തരം വൈകിട്ട് മിനി കൺവെൻഷനിലൊക്കെ
ദൂഷിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്താൻ കർത്താവ് അവസരം തന്നു. അതൊരു വളരെ സന്തോഷമായി അത് എണ്ണി. അങ്ങനെ പോകുന്നു. കുഞ്ഞ് കീമോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ എടുത്ത വാടക വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിലേക്കൊക്കെ പോകുന്നു. സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു സമയം. അങ്ങനെ ഞങ്ങൾ ആ ദുഃഖങ്ങളൊക്കെ മറികടന്ന് ഇങ്ങനെ പോവുകയാണ്. ആശ്വാസമായി. എല്ലാവരുടെയും പേര് എനിക്ക് ഇപ്പോൾ ഓർപ്പിക്കാൻ പറ്റുന്നില്ല. പല അഭിഷക്തന്മാരും, എൻ്റെ കൂട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, എൻ്റെ രക്തബന്ധങ്ങൾ, പ്രിയപ്പെട്ടവർ പലരും ഞങ്ങളുടെ വിഷമ വേളകളിൽ വന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരനാവോടും ചെയ്തു. ഒട്ടനവധി ആളുകൾ, ഞാൻ പോലും അറിയാത്ത ആളുകൾ സാമ്പത്തികം നൽകി സഹായിച്ചു. രാത്രിയുടെ യാമങ്ങൾ ഫോൺ വിളിച്ച് വചനം പറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തി. അതെല്ലാം വലിയ കരുത്തും സന്തോഷം തന്നെയായിരുന്നു. 2017 തീരുന്ന സമയം, ഡിസംബർ മാസം 31 ആണ്ടവസാന മീറ്റിംഗ് അവിടെ ട്രിവാൻഡ്രം പട്ടണത്തിലുള്ള ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ റോയ് ബ്ലെസ്സിംഗ് അദ്ദേഹം നടത്തുന്ന ട്രൂ ടാബർനാക്കിൾ ചർച്ച് ആ സഭയില് ആണ്ടവസാന മീറ്റിങ്ങിന് വൈകിട്ട് പോകുന്നു. കുഞ്ഞും കുട്ടദാസിയും RCCയിൽ അന്ന് കീമോയ്ക്ക് വേണ്ടി അഡ്മിറ്റാണ്. അപ്പോൾ 31 അല്ലേ, ഞാൻ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. കുട്ടദാസി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും ഇതിനു വേണ്ടിയും മൂത്ത മോന് വേണ്ടിയും ഒക്കെ പ്രോമിസ് വേണ്ടി എടുക്കണം, നിശ്ചയമായിട്ടും എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയി അന്ന് എടുത്തു. മോന് വേണ്ടി, ജോഷുവ മോന് വേണ്ടി എടുത്ത വേദസൂക്തമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 3-ാം വാക്യം. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. ഈ വാക്യം ലഭിച്ച് എൻ്റെ കൂട്ടദാസി കുഞ്ഞിനത് പറഞ്ഞു കൊടുത്തു. അതുവരെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വാക്യം ഇതായിരുന്നു: ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. പുതിയ വാക്യം കിട്ടിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് മറ്റേ വാക്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ വാക്യം അവൻ്റെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞ് പഠിക്കുവാനും അത് പറയാനും തുടങ്ങി. ഞങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്ന സമയം. പിന്നീട് ആ 5 മാസത്തെ കീമോ, 5 മാസം തുടർമാനമല്ല, ശരീരത്തിലെ ക്ലേശമൊക്കെ വരുമ്പോൾ അത് ഗ്യാപ്പ് വരും. കീമോയ്ക്ക് 5-ാമത്തെ കീമോ എന്ന് പറയുന്നതായിരിക്കും ഉചിതം. പക്ഷേ 6-7 മാസങ്ങൾ തന്നെ, ഒരു വർഷത്തിനടുത്ത് തന്നെ തിരുവനന്തപുരത്ത് താമസിക്കേണ്ടി വരുന്നു. അപ്പൊ കീമോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു. 1 മാസം കൂടെ കഴിഞ്ഞ് അടുത്ത ചെക്കപ്പും കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാം. ഇതിനോടകം തന്നെ ലഭിച്ച ചെറിയ നന്മകൾ കൊണ്ടൊക്കെ ഞാൻ എൻ്റെ വീട് കുറെ ഒന്ന് നവീകരിച്ചു. കാരണം മോൻ വീട്ടിൽ വന്ന ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകരുതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് ചൂടൊന്നും വരാതെ ഓടൊക്കെ മാറ്റി, പഴയ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അല്പം ഒന്ന് ഭംഗിയാക്കി കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെറിയൊരു അസ്വസ്ഥത കണ്ണിലേക്ക് വരുന്നു. കണ്ണിൽ പൊടി പോയി എന്നൊരു ചിന്തയാണ് ഞങ്ങളെ ഭരിച്ചത്. പക്ഷേ വലത് കണ്ണിൽ ചെറിയ ഗ്രോത്ത് ആരംഭിച്ചിരിക്കുന്നു. RCCയിലേക്ക് ചെന്നപ്പോൾ മെയിൻ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അസുഖം റിലാക്സ് ആയിട്ടുണ്ട്, വന്നത് വീണ്ടും പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലതേ കണ്ണിൽ ചെറുതായിട്ട് തുടങ്ങിയത് വലുതാകാം. കണ്ണിന്റെ കൃഷ്ണമണി പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക നിലയിൽ ഒരു അസ്വസ്ഥതയിലേക്ക് വരുന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ നമുക്ക് തൽക്കാലം ഇതിനു വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ഇല്ല എന്നൊരു കാര്യം മാത്രമാണ് തന്നത്. പാലിയേറ്റീവിലേക്ക് മാറ്റും. പാലിയേറ്റീവ് കെയറുടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അതിലും പറഞ്ഞൊരു വാക്ക് എന്നെ ബലപ്പെടുത്തി, ഞങ്ങളെ ബലപ്പെടുത്തി. ഞങ്ങൾ രണ്ടുപേരും ബലപ്പെടുത്തി. എന്താ പറഞ്ഞെന്നറിയാമോ? ഈ മോന് ആയുസ് എത്ര ഇട്ടിരിക്കുന്നതെന്ന് പപ്പായ്ക്കും മമ്മിക്കും അറിയാവോ? ഇല്ല. എനിക്കറിയോ എത്ര നാളെ ഇവർ ഇവിടെ ജീവിക്കുമെന്ന്? ഇല്ല. പക്ഷെ ആയുസ് ഇട്ടൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ അറിയാമല്ലോ. അതുവരെ അവൻ ജീവിച്ചോളും, അവൻ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. എങ്കിലും അപ്പനും അമ്മയല്ലേ, നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ണിന്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെയാണ് മധുരയിലെ അരവിന്ദ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇവിടെ 1-2 ദിവസം കിടക്കുന്നു. അവർക്ക് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മധുരയിലെ മീനാക്ഷി മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഒരാഴ്ച അടുത്ത് കിടക്കുന്നു. ക്ഷീണം ഇങ്ങനെ കുഞ്ഞിന് കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടി വരുമ്പോൾ ആ സമയത്ത് അവര് ചെറിയൊരു കീമോടെയൊക്കെ ചെയ്തിരുന്നു. ക്ഷീണിതനായി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മോൻ എത്തിച്ചേരും. ഈ സമയത്ത് എൻ്റെ കൂട്ടുദാസിയെ മോൻ വിളിക്കുന്നത് അച്ചമ്മ എന്നാണ്. മോൻ പറഞ്ഞു, അച്ചമ്മ ഇനിയും പാട്ട് പാടണം.
എന്നിട്ട് പറഞ്ഞു, അപ്പായോട് പറയണം, അപ്പ ഇനിയും പ്രസംഗിക്കണം, അച്ഛമ്മ ഇനിയും പാട്ട് പാടണം, അപ്പ ഇനിയും പ്രസംഗിക്കണം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഏത് വീട്ടിലേക്കാണെന്ന് അവൾ എടുത്തു ചോദിച്ചു. കുർദാസ് എടുത്തു ചോദിച്ചു, അപ്പയുടെ വീട്ടിലാണോ അമ്മയുടെ വീട്ടിലാണോ? മറുപടിയില്ല. പക്ഷേ ഞങ്ങളെ ഒന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് മനസ്സിലായി. മിനിറ്റുകൾ കൊണ്ട് ആ റൂമിന്റെ അകത്ത് നിന്ന് മധുര മീനാക്ഷി മിഷൻ ഹോസ്പിറ്റലിന്റെ ലിഫ്റ്റിലൂടെ വേഗത്തിൽ ഹോസ്പിറ്റൽ അധികൃതർ, അതിന്റെ അതോറിറ്റീസ്, അവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവര് മെയിൻ ഐസിയുലേക്ക് കൊണ്ടുപോകും. ഞങ്ങളോട് പറഞ്ഞു, വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വരുന്ന ക്രമീകരണം ചെയ്തോട്ടെ. വിധത്തിൽ അവരോട് പറഞ്ഞു, ക്രമീകരണം ചെയ്തു. പക്ഷെ ആ ക്രമീകരണമൊക്കെ ചെയ്തിട്ട് അതിലേക്ക് പോകേണ്ടി വന്നില്ല. അവിടുത്തെ സ്നേഹനിധികളായ ഡോക്ടർ അപ്പൻ എന്ന നിലയിൽ, അച്ഛൻ എന്ന നിലയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന്റെ അവസാന നിമിഷങ്ങളാണ്, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു, അച്ഛന് വേണമെങ്കിൽ വന്ന് കാണാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 55, 54, 53 എന്ന ക്രമത്തിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിന്റെ താളം ഇങ്ങനെ അധികം താമസിക്കാതെ ചേതം നഷ്ടപ്പെട്ട ശരീരം ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മക്കളെ എൻ്റെ കൂട്ടുദാസിയുടെ സഹോദരി, ജ്യേഷ്ഠ സഹോദരി, അമ്മയുടെ ജ്യേഷ്ഠത്തിൽ അവരുടെ ഒരു പാസ്റ്റർ വേഗത്തിൽ അവിടെ ഓടിയെത്തുന്ന മിനിറ്റുകൾ കൊണ്ട് വേറെ നായകൻ പാസ്റ്റർ, ഞങ്ങള് ഒരുമിച്ച് ആ ജീവന്റെ തുടിപ്പുകൾ നഷ്ടപ്പെട്ട ശരീരം വധിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് 8 മണിക്കൂർ യാത്ര ചെയ്യേണ്ടുന്ന ആ യാത്രയിൽ ആംബുലൻസിൽ ഞാനും എൻ്റെ കൂട്ടുദാസിയും ആ ജ്യേഷ്ഠ സഹോദരിയും വേദനായകം ആ ഡ്രൈവറിന്റെ കൂടെ ഫ്രണ്ട് സൈഡ്. നിന്റെ ബോഡി അവിടെ കിടക്കും. ചോദ്യങ്ങൾ, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ശുശ്രൂഷയ്ക്കകത്ത് വന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം എന്ന ചോദ്യം. ആ ചോദ്യത്തിന് വേദനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശാന്തമായി ചില മറുപടികൾ ദൈവം ഞങ്ങളോടായി, ഹൃദയത്തോടായി ഇടപെട്ടു. ദൈവം പറഞ്ഞൊരു കാര്യം, വേലി പൊളിച്ചാലും എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് ബോധ്യമുള്ളവന്റെ വേലി ഞാൻ പൊളിക്കും. വേലി പൊളിച്ചാലും എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് ബോധ്യമുള്ളവന്റെ വേലി ഞാൻ പൊളിക്കും. പിന്നെ ഞങ്ങളോട് പറഞ്ഞ് ശാന്തമായി ഹൃദയത്തോട് ഇടപെട്ടു. 3.5 വയസ്സൊരു കുഞ്ഞ് നിത്യതയിൽ വേണമെന്ന് എനിക്ക് തോന്നി. ഭൂമിയിൽ ഏത് വീട്ടിൽ വിട്ട് 3.5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വിളിച്ചാൽ എന്നോട് പരിവും പരാതിയും പറഞ്ഞ് എന്നെ വിട്ടു പോകാത്തൊരു കുടുംബം അന്വേഷിച്ചപ്പോൾ കുടുംബത്തെ കാത്തുവന്നൊരു ശബ്ദം, അതും കരുത്തു പകർന്നു. കൊണ്ടുവന്ന മണർകാടുള്ള സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെ മോർച്ചറിൽ അന്ന് രാത്രി കുഞ്ഞിന്റെ ശരീരം. ഞങ്ങൾ വരുമ്പോൾ എങ്ങനെ ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് ഓർത്ത് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ പോലെയുള്ള ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അഭിഷക്ത വൃന്ദങ്ങൾ പലരും അവിടെ കൂടിയിരിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേദനിച്ച് നിൽക്കുന്നവർ ഞങ്ങളുടെ മുഖത്തെ പ്രത്യാശയും കരുത്തും കണ്ട് അവർക്കൊരു ആശ്വാസമായി. പിറ്റേ ദിവസം ഞങ്ങളുടെ കുഞ്ഞിന് ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു, അപ്പ യേശു അപ്പ അങ്ങ് എനിക്കിഷ്ടമാണ്, അപ്പൻ എന്നെ ശാസിച്ചാൽ അത് നല്ലതിനായി, ഹൃദയത്തിന്റെ വാതിൽ ഞാൻ തുറന്നു തരും എൻ്റെ അപ്പനായി. ആ പാട്ട് ലാസ്റ്റ് ടെസ്റ്റ് മണിയുടെ സമയത്ത് എൻ്റെ കൂട്ടുദാസ് ആലപിച്ചു. അപ്പ യേശു അപ്പ അങ്ങ് എനിക്കിഷ്ടമാണ്, അപ്പൻ എന്നെ ശാസിച്ചാൽ അത് നല്ലതിനായി, രൂപാന്തരം വരും അത് നിശ്ചയം. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് യശയ്യാപ്രവചനം 62-3 വാക്യത്തെ ആസ്പദമാക്കി, ഞാൻ യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള കിരീടവും എൻ്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടികളും മുടിയുമായിരിക്കുമെന്ന വചനം പറഞ്ഞ് കൃത്യമായൊരു സുവിശേഷം പറയാൻ ഈ സാധുവിന്റെ അതരത്തെ ദൈവം ബലപ്പെടുത്തി. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്ന പലരും ബലത്തോടെ കരുത്തോടെ മടങ്ങി. ഒരു കൂട്ടർ ആ കരുത്ത് കണ്ട് ദൈവത്തെ പ്രത്യാശിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ പറഞ്ഞൊരു പദം, എത്ര സങ്കടം വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും, പിശാച് ഒന്നിന് പിറകാലെ നിരാശകളുടെ അനുഭവങ്ങൾ ഹൃദയത്തിൽ വരുത്തിയാലും, ആയുസുള്ളിടത്തോളം, ജീവന്റെ തുടിപ്പ് ശരീരത്തിലുള്ളിടത്തോളം ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പാട്ടിലൂടെയും സന്ദേശത്തോടെ ഉയർത്തുമെന്ന് കരുത്തോടെ അന്ന് പറഞ്ഞു. കൃപയാൽ എന്നും തുടരാൻ കർത്താവ് സഹായിക്കുന്നു. അതിനെയും വിമർശനത്തോടെ കണ്ടവരുണ്ടെന്ന വാസ്തവം.
കുഞ്ഞ് മരിച്ചു കിടന്നപ്പോഴാണോ പാട്ട് പാടുന്ന അമ്മ? കുഞ്ഞ് മരിച്ചു കിടന്നപ്പോഴാണോ പ്രസവിക്കുന്ന അപ്പൻ? അതിനെയും വിമർശിച്ചു. എങ്കിലും ആ വിമർശനങ്ങൾക്കകത്തും ഒക്കെ സുഖം കരുത്തോടെ നിർത്തി വീണ്ടും കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ടു. അപ്പ അപ്പ പ്രസംഗിക്കണം, അച്ഛമ്മ പാട്ട് പാടണം. കൃപയാൽ ഇന്നും തുടരാൻ ദൈവം സഹായിക്കുന്നു. ഇന്നും പകലത്തെ ശുശ്രൂഷകളോ വൈകിട്ടത്തെ ശുശ്രൂഷകളോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കുഞ്ഞിനെ അടക്കം ചെയ്തത് മണർകാട് അടുത്ത് തലപ്പാടി എന്ന് പറയുന്ന സ്ഥലം, കാഞ്ഞിരത്തമ്മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെയുണ്ട്. അടിയിൽ നിന്ന് കുറച്ച് ഉയരത്തില ഒരു ചെറിയ നടപ്പാത മാത്രം. രാത്രിയിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ചിലപ്പോ താമസിച്ച ആ വഴി വരുമ്പോൾ ഞാൻ വേണ്ടി കുദാസിയും അളവർക്കാടിലേക്ക് നോക്കും. ഇവിടെയല്ലേ ഞങ്ങളുടെ കുഞ്ഞിനെ അടക്കം ചെയ്തത്? ഇന്ന് 8 വർഷം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി വന്നപ്പോൾ 8 വർഷം. 8 വർഷത്തോടകം അതിലെയൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ ഇല്ലാത്ത നൊമ്പരം ഭരിക്കും. ഹൃദയത്തിന് വളരെ വേദന വരും, അപ്പനും അമ്മയും എന്ന നിലയിൽ. പക്ഷേ അങ്ങനെ വരുമ്പോഴും അങ്ങനെ വേദനിച്ചു വരുന്ന യാത്രകൾ സ്വർഗ ഹൃദയത്തിന്റെ അകത്തേക്ക് പെട്ടെന്നൊരു തിരിവിടത്തിടും. ആ ശബ്ദം ഇതാണ്: നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളെ സാരമില്ല എന്നെണ്ണം. നൊടിനേരത്തേക്കുള്ള ലഘുവായ സങ്കടം അത്യന്ത പ്രത്യാശ കാരണമായി തീരും. നിത്യ തേജസ്സിന്റെ കനത്തെ ഓർത്ത് നെടുനേരത്തേക്കുള്ള സങ്കടങ്ങളെ സാരമില്ല എന്നെണ്ണാൻ. ഇന്ന് ഈ വൈകാറായ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അരോമ ടിവിയുടെ പ്രേക്ഷകരെ, എത്ര പ്രതിസന്ധി വന്നാലും പ്രതിസന്ധിക്കകത്തുകൂടെ നമ്മെ നടത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 10:13, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തനാണ്, പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി തരുന്നവനാണ്. ക്രൂശി ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ട കുറേനക്കാരായ ശിമോൻ ക്രൂശിച്ചുമെന്ന് ചുവട് വെച്ച് യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ എൻ്റെ ഒരു ചിന്ത, ശിമോനോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് എവിടം വരെ ഇത് ചുമക്കാമോ അവിടം വരെ ചുമന്നാ മതി, ബാക്കി ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ചുമക്കാം. ഇന്ന് രാത്രി ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നു, താങ്ങാൻ കഴിയാത്തതൊന്നും ദൈവം നമുക്ക് തരത്തില്ല. പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്നോർത്ത് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നാം സന്തോഷിക്കണം. അങ്ങനെ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിന് കരുത്ത് തരുന്നവനാണ്. സ്വർഗം നമ്മെ അതിനെ ബലപ്പെടുത്തുന്നവനാണ്. ഇന്നും സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശേഷം ഞങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ ദൈവം നൽകി. ഇന്ന് 4ാമത്തെ വയസ്സിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു. ഗായോസ് എന്നാണ് പേര്. ഇന്ന് ഞങ്ങൾ കുടുംബമായി ദൈവവേലയിലായിരിക്കുന്നു. എൻ്റെ പിതാവും മാതാവും അടങ്ങുന്ന ഞാനും എൻ്റെ കൂട്ടദാസിയും തലമുറകളും ആമേൻ അടങ്ങുന്ന ഒരു കുടുംബം ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു വർക്കിലാണ് ആയിരിക്കുന്നത്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരിക്കൽ കൂടെ ആത്മനിയോഗത്തോടെ പറയുന്നു, നമ്മെ തകർക്കുന്നവനല്ല നമ്മുടെ ദൈവം, നമ്മെ ഉടച്ചു കളയുന്നവനല്ല ദൈവം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രവാസങ്ങൾ ആമേൻ അത് ഡിസ്ട്രക്ഷൻ അല്ല, അത് കൺസ്ട്രക്ഷന് വേണ്ടിയാണ്, നമ്മെ പണിയാനുള്ളതാണെന്ന് ഓർത്ത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പഴയ നിയമഭക്ത ശിരോമണി ഈയോബ് പറഞ്ഞു, മുമ്പ് എനിക്ക് നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. വൃദ്ധനും കാലസമ്പൂർണനുമായിട്ടാ അധികം മനുഷ്യൻ മരിച്ചത്. അതിന്റെ അർത്ഥം എന്താ? ആ മനുഷ്യനോട് നടപ്പാക്കേണ്ട നീതി മുഴുവനും സ്വർഗം നടപ്പാക്കി. ഈ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്ത ചില നൊമ്പരങ്ങൾ വരാം പ്രിയപ്പെട്ടവരെ, ചില കഷ്ടതകൾ വരാം പ്രിയപ്പെട്ടവരെ, ചില ഏകാന്തതകൾ വരാം പ്രിയപ്പെട്ടവരെ, മറക്കാൻ പറ്റാത്ത നൊമ്പരങ്ങൾ വരാം പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ വഴി വരച്ചിരിക്കുന്ന സ്വർഗമാണ്. ഏത് വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്ന സ്വർഗമാണ്. മാസ്റ്റർ പ്ലാൻ സ്വർഗത്തിന്റെ പക്കലാണ്. ജീവിതത്തിൽ നിന്ന് പറയാം, സ്വർഗം വരച്ച വഴിക്കകത്തൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ
നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയരെ. കരുത്ത് പകരാൻ, ബലം പകരാൻ, ശക്തി പകരാൻ ഉടയവൻ കൂടെയുണ്ട്. സങ്കടത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരോട്, വേദനയിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരോട്, അവഗണയിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരോട് കരുത്ത് നൽകാൻ സുഖം കൂടെയുണ്ട്. ഇന്ന് എന്റെ ജീവിതം ശ്രദ്ധിക്കുന്ന, ഞങ്ങളുടെ ജീവിതം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മിൽ വെളിപ്പെടാൻ ഒരു തേജസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടം കൊണ്ട് തീരുന്നവരല്ല. അധികം നാൾ താമസിക്കാതെ നമ്മൾ അവിടെ എത്തും. പഴയ ഭക്തന്മാർ പാടിയൊരു പാട്ടില്ലേ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമം ചേർന്നിടുവാനായി. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ ഒരു സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടണം കേട്ടോ. അത് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. സ്നാനപ്പെടണം കേട്ടോ, അത് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. വേർപെട്ട ആ യേശു കർത്താവിനെ ആരാധിക്കണം കേട്ടോ. രഹസ്യ പരിശുദ്ധ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കണം. എന്താണെന്നറിയാമോ? ഇവിടെ നിന്ന് മരിച്ച് അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒലിവുമലയുടെ പാർശ്വത്തിൽ നിന്ന് ആരോഹണം ചെയ്ത് ഒരു മേഘം അവരെ വന്നു മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞ യേശുനാഥൻ മടങ്ങി വരും. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഒരു നിത്യ ജീവിതമുണ്ട്, ഒരു നിത്യ സന്തോഷത്തിന്റെ ജീവിതമുണ്ട്. അതെവിടെയാകണമെന്ന് തിരഞ്ഞെടുക്കണം. ഈ ജീവിതത്തിൽ സങ്കടം വന്നാലും, ക്ലേശങ്ങൾ വന്നാലും, ഒറ്റപ്പെടലുകൾ വന്നാലും കരുത്ത് തരാൻ ഒരു ദൈവം ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ ജീവിതാനുഭവത്തിൽ പറയുന്നു. അതുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യത്തിന് അവസാനം കുറിക്കുമ്പോൾ ആത്മാവ് ഞാൻ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ക്രിസ്തുവേശുവിൽ എല്ലായിടത്തും നമ്മെ ജയോത്സവമായി വഴി നടത്തുകയും നമ്മിലൂടെ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അരോമ എന്ന പദം ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാണ്. പാസ്റ്റർ ഡാനിയൽ ജോൺ, അദ്ദേഹത്തിന്റെ ഈ മിനിസ്ട്രി അനേകർക്കൊരു വാസന പകരുകയാണ്. വ്യത്യസ്ത അഭിഷക്തന്മാരുടെ ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന പടർത്തുന്നുണ്ട്. ഇനിയും ഈ ശുശ്രൂഷകൾ അതിനായി അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തട്ടെ. അനേകർക്ക് അരോമ TV മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ആശ്വാസമായി, നിത്യ സന്തോഷമായി, ഇൻസ്പിറേഷനായി മാറട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. അവസരം നൽകിയ ബഹുമാന്യ ദൈവദാസനോട്, എന്നെ ശ്രദ്ധിച്ച പ്രേക്ഷകരോട് ഹൃദയഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. മാറാ നാഥ, യേശു വരാറായി. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. സ്വർഗം സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗപിതാവേ, ഈ സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതാനുഭവങ്ങളിൽ അങ്ങയുടെ ബലം കൂടി നിൽക്കണമേ. നിത്യത എത്തും വരെ കരുത്തോടെ ജീവിപ്പാൻ സുഖപ്രാപ്തി നൽകണം. പലവിധമായ വിഷയങ്ങൾ ഭാരപ്പെടുന്നവരുണ്ട്, ആശ്വാസം നൽകണം. രോഗികളുണ്ടെങ്കിൽ സൗഖ്യം നൽകണം. മാനസികമായി തകർന്നവരുണ്ടെങ്കിൽ ബലം നൽകണം. മറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ ശാരീരിക വിയോഗത്തിൽ തകർന്നു ഉള്ളവരുണ്ടെങ്കിൽ അവരെയും ആശ്വാസവും കരുത്തും പകർന്ന് വഴി നടത്തണം. ഘടദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനായി, തന്റെ മിനിസ്ട്രിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന്റെ മഹത്വം കരയേറ്റുന്നു. ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലത്തിൽ നേരിട്ടതായ തിക്താനുഭവവും കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ നേരിട്ടതായ തിക്ത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുകയുണ്ടായി. വളരെ ചെറുപ്പത്തിൽ തന്നെ മൂത്ത സഹോദരിയുടെ മാനസിക നിലവാരത്തിൽ ഉണ്ടായ വ്യത്യാസവും അതിനോടനുബന്ധിച്ച് പിന്നത്തേതിൽ ആ സഹോദരി മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അത് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു മുറിവായിട്ട് മാറ്റപ്പെട്ടു. അതിൽ നിന്നൊക്കെ ആശ്വാസം കണ്ടെത്തി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കർത്തൃ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ കുടുംബജീവിതത്തില് ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ടതായ തലമുറ ഒന്ന്, ഇളയ കുഞ്ഞ് പെട്ടെന്ന് കാൻസർ രോഗത്തിന് വിധേയനാകുകയും കാൻസർ രോഗിയായി ചികിത്സയ്ക്ക് വിധേയപ്പെട്ടിട്ട്
താനും പെട്ടെന്ന് തന്നെ ദൈവസന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടതായ അതിവേദനാജനകമായ ആ അനുഭവവും പങ്കുവച്ചു. ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ളതായ വേദനകളിലൂടെയാണ് പ്രിയ കർത്താവിന്റെ ദാസനും കുടുംബവും കഴിഞ്ഞ നാളുകളിൽ കടന്നു പോയത്. എന്നാൽ ഇതൊക്കെയും നമ്മുടെ കർത്താവായ യേശു സഹിച്ചതായ ആ വേദന വച്ച് നാം നോക്കുമ്പോൾ നമുക്ക് സഹിപ്പാനുള്ള വേദന മാത്രമേ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഒരു വേദനയും കർത്താവ് നമുക്ക് തരികയില്ല. നാം കടന്നുപോയ വേദനകളൊക്കെ സഹിച്ചത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയാൻ കഴിഞ്ഞത്. ആ വേദന സഹിക്കുവാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ നമ്മൾ ഒരുപക്ഷെ കാണുമായിരുന്നില്ല. അപ്പോൾ കർത്താവിന്റെ കൃപ നമ്മളുടെ മേൽ ഉണ്ടായിരുന്നു. ആ കൃപയാൽ നമ്മൾ ആ വേദനകളെ അഭിമുഖീകരിച്ചു, സഹിച്ചു. അതൊരു സാക്ഷ്യമായി അത് പരിണമിക്കപ്പെട്ടു. അത് അനേക പ്രിയപ്പെട്ടവരുടെ വിടുതലിനും ആശ്വാസത്തിനും ധൈര്യം പകരുന്നതിനും സർവോപരി ദൈവനാമ മഹത്വത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് ഇത്തരണത്തിൽ ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ സ്വർഗീയ സമാധാനവും ആശ്വാസവും നിങ്ങൾക്ക് കുടുംബത്തിന്, ശുശ്രൂഷയ്ക്ക് ഊർജം പകരുവാൻ കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രചോദനവും ധൈര്യവും ഉൾക്കരുത്തുമായി തീരും ഈ സാക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. .comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.